മന്ദഗതിയിൽ തന്നെ. കാരണം ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. പോലീസ് ഈ കേസിനോടനുബന്ധിച്ച് മറ്റൊരു കേസ് എടുത്തിട്ടുണ്ടല്ലോ. കാരണം അത് ആ ലോൺ ആപ്പുകാർ അയാളെ നിരന്തരം 98 പ്രാവശ്യം ഫോണിൽ കൂടെയും മെസ്സേജിൽ കൂടെയൊക്കെ പീഡിപ്പിച്ചെന്നുള്ള രീതിയിലൊരു കേസ് കൂടെ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇയാൾ സൂയിസൈഡ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻ വരുത്തുന്ന ഒരു ശ്രമമല്ലേ അത്? എന്തിനാണ് പോലീസ് അങ്ങനെ ഒരു കേസ് എടുക്കേണ്ട ഒരു ആവശ്യം? ഒരു കേസുണ്ടല്ലോ, ഈ കുട്ടി മരിച്ചതിന് ഒരു കേസില്ലേ? അപ്പോൾ ആ കേസിലൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ പ്രത്യേക ഒരു കേസ് എടുക്കാൻ ആരുടെ ഉപദേശം കൊണ്ടാണ് അങ്ങനെ ഒരു കേസ് എടുക്കേണ്ടത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് പിന്നീട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ അത് വീക്കാക്കാനുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു ഡൗട്ട് കോടതിയിൽ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യും. ഇയാൾ സൂയിസൈഡ് ചെയ്ത് അധ്യാപകരുടെ പ്രവർത്തനം, അവരുടെ പീഡനം, അവരുടെ ജാതിവെറി, അവരുടെ ആ രീതിയിലുള്ള പ്രവർത്തനം SC/ST ആക്ടിന്റെ പരിധി വരുന്ന കാര്യങ്ങൾ തന്നെ അധ്യാപകരെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്, ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അബറ്റ്മെന്റ് ടു സൂയിസൈഡാണ് 107 BNS വരും. അത് ഏകദേശം 8-10 വർഷം അങ്ങ് അകത്തോട്ട് പോകും. അപ്പോൾ ഈ 2 ഒഫൻസ് വന്നു കഴിഞ്ഞാൽ അധ്യാപകർക്കും ആ സ്ഥാപനത്തിൻ്റെ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഈ ലോൺ ആപ്പ് എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിരന്തരം ഇയാളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ സൂയിസൈഡ് ചെയ്തത്. വരുത്തി തീർക്കാൻ അങ്ങനെ ഒരു ഡിഫൻസ് ഈ അധ്യാപകർക്കൊക്കെ കൊടുക്കാനും. ജോർജ് ജോസഫ്, അങ്ങയുടെ ഈ വാദം കേൾക്കുമ്പോഴാണ് എനിക്കൊരു ചോദ്യം. ഈ മാനേജ്മെന്റ് ദുരൂഹമായ മൗനം ഈ സംഭവത്തിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. ഈ മാനേജ്മെന്റ് ഏതാണെന്ന് പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ല, ആരാണ് അവർ എന്നുള്ളത് പോലും. അത് ശരിയാണ്. ആ മാനേജ്മെന്റ് ഉള്ള ആൾക്ക് അവിടെ രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാവരെയും സംരക്ഷണം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അയാൾ പല ക്രിമിനൽ കേസിലും പ്രതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ രണ്ടാമത് ഒരു കേസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് തന്നെയല്ല, ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ ഒരിക്കലും പോകാത്തൊരു കുട്ടിയാണ്. നമ്മളത് പഠിച്ച് പൂക്കോട്ടൂര് നമുക്കറിയാമല്ലോ. സിദ്ധാർത്ഥൻ്റെ കാര്യം 3-4 വർഷം നമ്മളതേപ്പറ്റിയൊക്കെ സംസാരിച്ചു. ആ വീട്ടുകാർക്ക് നീതി കിട്ടിയില്ല. അവിടെ എന്താ നടന്നതെന്നുള്ള അവിടുത്തെ ആ സ്കൂൾ അധികൃതരും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിന് ഘടകവിരുദ്ധമായ ഒരു അന്വേഷണ രീതിയിലേക്ക് പോയ ഞാനൊക്കെ അന്ന് മുതൽ അങ്ങനെയാണ് പറയുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ ഇപ്പം സാധാരണ ഇത് ആ ക്ലാസ് ലീഡറാണ്. അയാളെ ക്യാരക്ടർ നമ്മൾ ചോദിച്ചാൽ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം, എല്ലാ കാര്യം മനസ്സിലാക്കുന്ന കുട്ടി. ഒരു വിധപ്പെട്ട ഒരു പീഡനം അങ്ങേർക്ക് കേൾക്കില്ല. കാരണം 2 പ്രാവശ്യം ഓപ്പൺ മെറിറ്റിൽ 2 പ്രാവശ്യം അയാൾക്ക് മെറിറ്റിൽ BDS അഡ്മിഷൻ കിട്ടാതെ വന്നിട്ട് അദ്ദേഹം 3ാമത്തെ പ്രാവശ്യം എഴുതിയെടുത്തൊരു ഡോക്ടറാകണമെന്ന് തീരുമാനിച്ച് ഉറച്ചു വന്നൊരു കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടിയാണ് ഇപ്പോൾ ആത്മഹത്യ. ഒരിക്കലും ആത്മഹത്യയുടെ കാര്യം ചിന്തിക്കാത്തൊരു കുട്ടിയാണ്. അവിടേക്കാണ് നമുക്ക് സംശയം വരുന്നത്. അത് തന്നെയല്ല, ആത്മഹത്യയ്ക്ക് ആ ഉച്ചയ്ക്ക് 11-11:30 മണിക്ക് ആ പ്രിൻസിപ്പളിൻ്റെ മുറിയിലും അവിടെ ഈ റാം ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരും ഈ കുട്ടിയോട് അല്പം സ്നേഹമുള്ള ഒരു ലേഡി അധ്യാപികയും അവരെല്ലാവരും ആ മുറിയിലിരുന്ന് ഇങ്ങനെ ഈ പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ലോൺ ആപ്പിൻ്റെ കാര്യവും അതിൽ 98 മെസ്സേജ് വന്നതും ടീച്ചറിന് അങ്ങനെ ഒരു മെസ്സേജ് വന്നതും ടീച്ചറിന് മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് അയാളെ ഒറ്റപ്പെടുത്തി. ഇയാളുടെ അല്പം സോഫ്റ്റ് കോർണറുള്ള ടീച്ചർ പോലും തന്നെ കൈയൊഴിഞ്ഞു എന്ന് തോന്നിയപ്പം ആ കുട്ടിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പയ്യനാണ്. അത് നമ്മൾ മനസ്സിലായി. അത് തന്നെയല്ല, അന്ന് വീട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 11:30 ശേഷം ഈ സംഭവം ഉണ്ടായത്. താഴെ വീണ് ശേഷം 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ മരിച്ചിട്ടുള്ളൂ. കാലിനൊരു ഇഞ്ചുറി മാത്രമാണ് ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ അത് സർവൈവ് ചെയ്തേനെ. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ജാതി വെറി കാണിച്ച അധ്യാപകർ അവിടെ കുറേ പേരുണ്ട്. യവന്മാരെയൊക്കെ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല എനിക്ക്. എത്ര അധ്യാപകരുണ്ടായിട്ട് ഈ ചെറുക്കനെ മാനസികമായി ഇവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരധ്യാപകൻ പോലും ഇല്ല.